ഏപ്രിൽ 10 അണുവിമുക്ത ദിനം. ആശുപത്രികളിൽ ഉപകരണങ്ങളിലൂടെ രോഗങ്ങൾ പടരുന്നത് തടയുന്ന സംവിധാനമായ അണുവിമുക്ത വിഭാഗത്തിന് മാതൃകയായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി. ആശുപത്രികളിലെ അണുവിമുക്ത വിഭാഗം ശാസ്ത്ര സാങ്കേതികപരമായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അന്താരാഷ്ട്ര അണുവിമുക്ത ദിനാചരണം. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും ശാസ്ത്രപരമായും സാങ്കേതികപരമായും തയ്യാറാക്കുന്നത് അണുവിമുക്ത വിഭാഗമാണ്. ഓരോ രോഗിക്കും ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അണുവിമുക്ത വിഭാഗത്തിലേക്ക് തിരിച്ചു വരികയും ഇവിടെയുള്ള ജീവനക്കാർ ആ സെറ്റിന്റെ മുകളിൽ പതിച്ച ചെക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങളുടെ എണ്ണങ്ങൾ പരിശോധിച്ച് മുഴുവൻ ഉപകരണങ്ങളും കൃത്യമായി എണ്ണം കണക്കാക്കി അണുവിമുക്ത വിഭാഗത്തിലേക്ക് തിരിച്ചെടുക്കുകയും അത് കഴുകിയുണക്കി ഓയിൽ ലൂബ്രിക്കേഷൻ ചെയ്ത് പരിശോധിച്ച് അസംബ്ലിംഗ് പാക്ക് ചെയ്ത് അണുവിമുക്തമാക്കി സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുകയും ആവശ്യാനുസരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്കും വാർഡുകളിലേക്കും വിതരണം ചെയ്യുകയാണ് പതിവ്. ഇത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ആധുനികമായ ചികിത്സാ രീതികൾ എല്ലാം വികസിച്ച് വരുമ്പോൾ എല്ലാ ആശുപത്രികളിലും രോഗചികിത്സ നടക്കുന്ന എല്ലാ ആശുപത്രികളിലും അണുവിമുക്ത വിഭാഗം ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്കോ അല്ലെങ്കിൽ ആശുപത്രി അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും അണുക്കൾ പടരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം സാധാരണ പൊതുസമൂഹത്തിലുള്ള തരത്തിലുള്ള അണുക്കളല്ല ഒരു ആശുപത്രിയിൽ ഉണ്ടാവുക. അങ്ങേയറ്റം മരുന്നുകളോട് പ്രതിരോധം ആർജിച്ചതോ അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ളോ ഒക്കെ ആയിട്ടുള്ളതായ അണുക്കളാണ് ആശുപത്രി സാഹചര്യങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്തരം അണുക്കൾ രോഗികളിലേക്ക് ശസ്ത്രക്രിയയുടെ സമയത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പ്രൊസീജിയറുകൾ ചെയ്യുന്ന സമയത്തോ പ്രസവ സമയത്തോ ഒക്കെ പടരാതെ സൂക്ഷിക്കേണ്ടത് അത്യന്തം പ്രധാനമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.